ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 9 ശനിയാഴ്ച. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത പിള്ളാരോണമാണ്. പിള്ളാരോണം അതായത് കുട്ടികളുടെ ഓണം. ദ്രോണക്കുട്ടൻ പുത്തരുടുപ്പൊക്കെ ഇട്ട് അവൻ്റെ ചേച്ചിമാരുടെ കൂടെയും ചേട്ടന്മാരുടെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ അവരുടെ ഓണം ആഘോഷിക്കാനായിട്ട് ചേച്ചിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ പിള്ളേരെല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ദ്രോണക്കുട്ടനും സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വർഷത്തിലൊരിക്കലൊക്കെ പിള്ളേർക്ക് വേണ്ടി ഒരു ദിവസം അതൊക്കെ ഒരു ചെറിയ രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലാണെങ്കിലും സെലിബ്രേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും ഒരു സന്തോഷമാണ് കേട്ടോ. നമുക്കും ഒരു സന്തോഷമാണ്, കുട്ടികൾക്കും സന്തോഷമാണ്. പിന്നെ ഈ പിള്ളേർ ഇവരെല്ലാവരും കൂടെ കൂടുമ്പം ആദ്യം കാണുമ്പോൾ ഭയങ്കര കെട്ടിപ്പിടുത്തവും ഉമ്മൊടുക്കലും സ്നേഹപ്രകടനങ്ങളൊക്കെയാണ്. പക്ഷേ അത് അധികം നേരത്തേക്കില്ല. കുറച്ച് കഴിയുമ്പോൾ കുറച്ച് പേര് ഭയങ്കര അലമ്പാണ്, കുറച്ച് പേര് അടിപിടിയാകും, കുറച്ച് പേര് പിണങ്ങും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ കുട്ടികളെല്ലാവരും കൂടുമ്പോൾ അങ്ങനെയാണല്ലോ. അതുപോലെ നമ്മുടെ ദീത്രിക്കുട്ടിയുടെ ആദ്യത്തെ പിള്ളാരോണമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജഗൻ്റെയും ആദ്യത്തെ ഓണമാണ് കേട്ടോ. അപ്പോൾ ജഗൻ, ദീത്രിക്കുട്ടി എല്ലാവരും ഉണ്ട്. അപ്പോൾ പിള്ളേരെല്ലാവരും ഉണ്ട്. എല്ലാവരും ഒരുമിച്ചുള്ളപ്പോൾ ഇതുപോലൊരു നല്ല ദിവസം കൂടെ വന്നപ്പോൾ അവർക്കായിട്ടൊരു ചെറിയൊരു സദ്യ ഉണ്ടാക്കി കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ഇലയൊക്കെ ഇട്ട് പരിപ്പ്, പപ്പടം, പഴം, പായസം കൂട്ടി ഒരു കുഞ്ഞു സദ്യ അവർക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ദീത്രിക്കുട്ടിക്ക് ചുറ്റും എല്ലാവരും ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ അകത്ത് ഭയങ്കര ബഹളം ആയതുകൊണ്ട് എല്ലാവരെയും പുറത്തേക്ക് വിട്ടു കേട്ടോ കളിക്കാനായിട്ട്. ആ ഒരു സമയം കൊണ്ട് അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും, ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം അത്യാവശ്യം വേണ്ട എല്ലാ വിഭവങ്ങളും റെഡി ആയിട്ടുണ്ട്. അവിയൽ, പരിപ്പ് കറി, സാമ്പാർ, പുളിശ്ശേരി, പിന്നെന്തായിരുന്നു തോരന്, അച്ചാറുകൾ, പപ്പടം, പിന്നെ പായസം കൂടെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളാരോണം അഥവാ കുട്ടികളുടെ ഓണം ഇത് കർക്കിടക മാസത്തിലെ തിരുവോണ നാളിലാണ് ആഘോഷിക്കുന്നത്. ഇതൊരു ചെറിയൊരു ഓണാഘോഷമാണ് കേട്ടോ. പണ്ട് കാലത്തൊക്കെ ഈ ദിവസം കുട്ടികൾക്ക് പുത്തനുടുപ്പുകൾ, സദ്യ, ഊഞ്ഞാലാടുകയും അങ്ങനെ പൂക്കളായിട്ടൊക്കെ ആഘോഷിക്കുമായിരുന്നു. നമ്മുടെ ഓണാഘോഷങ്ങളുടെ തുടക്കമായിട്ടാണ് ഈ ഒരു പിള്ളാരോണം കാണപ്പെട്ടിരുന്നത്. പിന്നെ പണ്ട് കാലത്ത് ഈ ഒരു പിള്ളാരോണം നല്ല രീതിയിൽ ആഘോഷിച്ചിരുന്നു. അതായത് നമുക്കറിയാം ഈ ഒരു കർക്കിടക മാസത്തിലെ ഓണം, ആ കർക്കിടകം എന്ന് പറയുമ്പോൾ ആ ഒരു മാസം നല്ല പഞ്ഞമാസമെന്ന് ഈ ഒരു മാസത്തെ പറയാറുണ്ട്. അപ്പോൾ അന്ന് ആ ഒരു സമയത്ത് നല്ല മഴയൊക്കെ ആയ കാരണം ഒരുപാട് പേർക്ക് ജോലിക്ക് പോകാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒരു മാസമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ കുഞ്ഞുങ്ങൾക്കായിട്ടൊരു ദിവസം നല്ല വിഭവങ്ങളൊക്കെ വെച്ച് ഒരു ദിവസം കുട്ടികൾക്ക് വേണ്ടിയിട്ട് സദ്യയൊക്കെ വെച്ച് നടത്തുന്ന ഒരു ദിവസമാണ്. സദ്യയൊക്കെ വെച്ച് കൊടുത്ത് അവർക്കായിട്ട് ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓണം വറുതി മാസത്തിലെ ഓണം എന്നും പറയാറുണ്ട്. അല്ലാതെ കുറേ കഥകളൊക്കെ ഉണ്ട് കേട്ടോ. വാമനന് വേണ്ടിയാണ് ഈ കർക്കിടക മാസത്തിലെ ഈ പിള്ളാരോണം ആഘോഷിക്കുന്നതെന്നൊക്കെ. അപ്പം നമ്മുടെ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലൊക്കെ ഈ ഒരു പിള്ളാരോണം മുതലാണ് ഓണാഘോഷം സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊക്കെ അങ്ങനെ കുറേ കഥകളുണ്ട്. പിന്നെ നമ്മുടെ ചിങ്ങമാസത്തിലെ ഓണം, മഹാബലി, അങ്ങനെ ആ ഒരു റിലേറ്റ് ചെയ്തുള്ള കഥകളൊക്കെയാണ്. അപ്പം നമ്മൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ദിവസം നമ്മുടെ ആ ഒരു പരിമിതിയിൽ ചെയ്യാവുന്ന പോലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നീടാണെങ്കിലും ഇതൊക്കെ ഒരു മെമ്മറീസ് ആയിട്ട് തന്നെ കിടക്കും. അപ്പോൾ നമ്മുടെ മക്കൾ ഇന്നത്തെ ദിവസം അവരുടേതായിട്ടുള്ള സന്തോഷങ്ങളിലാണ്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് അവർ കളിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഐസ്ക്രീമൊക്കെ ആയിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. ദച്ചു ഒന്നുകൂടെ വേണം. ദച്ചുന് വേണ്ടേ? ദച്ചുന് വേണ്ട ജ്യൂസോ? Look here. Then sit there.
കഴുകാം. പോവാ. കേറ് കേറ് കേറ്. ആളിറങ്ങിട്ടടാ, ഇറങ്ങിട്ടാട്ടെ. വേഗം കേറ്. സദ്യ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ ഒരുപാട് വിഭവങ്ങളും പായസം, പഴം, പരിപ്പ് അങ്ങനെയൊക്കെ ഒരു ഇതല്ല ഈ കുട്ടികൾക്ക്. അപ്പോൾ അവർക്ക് ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഈ വാഴയിലയിൽ ഫുഡ് കഴിക്കുന്നതാണ്. എല്ലാ ദിവസവും ഇല്ലാതെ വർഷത്തിലൊരിക്കൽ അതുപോലെ എന്തെങ്കിലും ഒരു വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോഴല്ലേ നമ്മൾ വാഴയിലയിൽ നമ്മൾ ഫുഡൊക്കെ കൊടുക്കുന്നതും ഒക്കെ. അപ്പോൾ അതിൻ്റെ ആ ഒരു വൈബിലാണ് എല്ലാവരും. ആ ഒരു സന്തോഷം അവരുടെ ഫേസിൽ കാണാം. ഒക്കെ കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സദ്യ കഴിക്കാനുള്ള ആ ഒരു മൂഡിലാണ്. അപ്പോൾ അവർ സദ്യ കഴിക്കട്ടെ അല്ലേ. അങ്ങനെ നമ്മുടെ ഈ ഒരു പിള്ളേരോടും ഇങ്ങനെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ദേത്രക്കുട്ടിയുടെയും ജഗൻകുട്ടൻ്റെയൊക്കെ ആദ്യത്തെ ഓണമായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇത് എല്ലാവരും പുറത്തേക്ക് പിന്നെയും കഴിച്ച ഉടനെ പിന്നെയും കളിക്കാൻ പോകാനായിട്ട് എല്ലാവരും വഴക്കായിരുന്നു. അപ്പം അവരെ വഴക്ക് പറഞ്ഞ് വീണ്ടും അകത്തേക്ക് കയറ്റിയേക്കുവാണ്. അപ്പോൾ ഇവിടെ ദാണ്ട് ജഗൻ, ജാനി, ദ്രോണ, ദേത്രക്കുട്ടി, ദച്ചു, ദേവ, കിച്ചു, കേശു, ഭാനുക്കുട്ടി എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് കിട്ടിയോണ്ട് ഈ ഒരു ദിവസം നമുക്ക് ഇങ്ങനെ ആഘോഷിക്കാനായിട്ട് പറ്റി. ഇവിടെ വീണ്ടും അവരിതാ പിള്ളേരെല്ലാം കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരവിടെ കളിക്കട്ടെ. ഇവിടെ ദേത്രക്കുട്ടി ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നെ ആരും ശല്യപ്പെടുത്തല്ലേ, ഞാൻ ഉറങ്ങുകയാണ്. കൈയൊക്കെ കണ്ണൊക്കെ പൊത്തി കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ.
അവരവിടെ ഈ തകർത്ത് കളിക്കുമ്പോൾ ഇവിടെ ഈ 2 പേര് നമ്മുടെ ജാനിക്കുട്ടിയും ദേവയും കൂടെ ഈ പപ്പടം വിട്ടൊരു കളിയില്ലായിരുന്നു കേട്ടോ. നമ്മൾ ഈ അത്തപ്പൂക്കൾ ഇടാഞ്ഞതിൻ്റെ ആ ഒരു കുറവ് ഇവരായിട്ട് നികത്തിയിട്ടുണ്ട്. നമ്മുടെ ജഗൻകുട്ടൻ ഉറക്കമൊക്കെ ഒക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നെസ്റ്റോയിൽ പോകുന്നുണ്ട്. നെസ്റ്റോയിൽ ഇൻഡോർ പ്ലേ ഏരിയയിലൂടെ കയറുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്ളോഗുമായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്